നമ്മുടെ നാട്ടിൽ തന്നെ മുഖച്ഛായ പ്രതിച്ഛായ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ നിലവിൽ കമ്പനിക്ക് 12 പ്രൊജക്ടുകളാണുള്ളത്. ഈ 12 പ്രൊജക്ടുകളിൽ 4 വയനാട്ടിലാണ്. എല്ലാവരും പറഞ്ഞു, ഒന്നാമത്തെ പ്രൊജക്ട് 5 സെന്റ് വീതമുള്ള സ്ഥലങ്ങളിൽ ചന്ദ്രൻ നട്ട് അതിന്റെ ആധാരം വാങ്ങാൻ താല്പര്യമുള്ളവരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സാൻഡ്ഫോൺ പ്ലാന്റേഷൻ ക്യൂബ് ഫാമിംഗ് പ്രോജക്ട്. ഇതാണ് മൂന്നാമത്തെ പ്രൊജക്ട്. രണ്ടാമത്തെ പ്രൊജക്ടാണ് സാൻഡ്ഫോൺ കേവ് ഫോറസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി റിസോർട്സ് നമുക്ക് മാർക്കാൻ ചേർന്ന്. മൂന്നാമത്തെ പ്രൊജക്ടാണ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് ഇറിഗേറ്റഡ് ഫാം ടൂറിസം ആൻഡ് സാൻഡൽവുഡ് സെന്റർ. ഈ 3 പ്രൊജക്ടുകൾ കണക്ട് ചെയ്തുകൊണ്ട് നാലാമത്തെ റെസിഡൻഷ്യൽ ടൂറിസം കൂടെ നമ്മുടെ നാലാമത്തെ പ്രൊജക്ട്. ഇത് കൂടാതെ കാലിക്കറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ഒരു 400ഓളം അപ്പാർട്ട്മെന്റ്സ് 4 ലക്ഷം സ്ക്വയർ ഫീറ്റിലായി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റും, നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്ത് വരുന്ന ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റും, എറണാകുളത്ത് വരാൻ പോകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ബിസിനസ് സ്കൂളും മറ്റും ഏറ്റവും കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വേസ്റ്റുകളെ മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് CSR ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ, അതായത് ഹോസ്പിറ്റലിലെ വേസ്റ്റുകളെല്ലാം തന്നെ മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി. ഇതിന്റെ 34 പേറ്റന്റുകൾ എക്സ്ക്ലൂസീവ് ഗ്ലോബൽ പേറ്റന്റ് സ്വന്തമാക്കിയിട്ടുള്ളതും നമ്മുടെ തന്നെയാണ്. എന്നുവെച്ചാൽ 200 രാജ്യങ്ങളിൽ അത്യാവശ്യമുള്ള ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ നിലവിൽ ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് 1500 ഡിഗ്രി സെൽഷ്യസിൽ ഇൻസിഡന്റ് കത്തിച്ചു കളയാനുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിൽ പാലക്കാടും എറണാകുളത്തും 2 പ്ലാന്റുകളിൽ മാത്രമാണ് ഇത് നടപ്പാക്കുന്നത്. പക്ഷേ ഇത് നടപ്പാക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ശതമാനം മാത്രമാണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു പേര് മാത്രം പ്രവർത്തിക്കുന്നുള്ളൂ. ഇത് വലിയ ഒരു ഈ 1500 ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കുമ്പോഴും ഇതിലൂടെ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം, ആഗോള താപനത്തിൽ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ എത്തുമ്പോഴും മറ്റ് പരിഹാര മാർഗങ്ങളും ഇല്ലാത്തത് കൊണ്ട് സർക്കാരും മറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് CSIR എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി റിസൾട്ട് ആയിട്ടുള്ള ഈ CSIRന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടുപിടുത്തമായിട്ടുള്ള ഈ 34 പേറ്റന്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ കമ്പനി തന്നെയാണ് അത് ലോകത്തിൽ ഈ ഒരു ടെക്നോളജി, ഈ ഒരു കണ്ടുപിടുത്തം, ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ കൂടെ സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഓരോ ജസ്പേഡിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഓരോ എംപ്ലോയീസിനും അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ അതിലേറെ ലാഭം കൊയ്യാവുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് കമ്പനിക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വരലുണ്ടാവുന്ന 2-3 പ്രൊജക്ടുകൾ മാത്രം ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന ഇന്റർനാഷണൽ ലെവലിൽ പോലും നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ അത്രയും വലിയ വോളിയം ബിസിനസ്സിലേക്ക് നമുക്ക് ഇനി വരാനുള്ള ആ ഒരു വർഷങ്ങളിൽ ഓരോരുത്തർക്കും ഒരു മാസം സമ്പാദിക്കുന്ന പൈസ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് സമ്പാദിക്കാവുന്ന രീതിയിലുള്ള വലിയ പ്രൊജക്ടുകളാണ്